നിസ്കരിക്കും, ഒരു ഫംഗ്ഷൻ വന്നാൽ നിസ്കരിക്കൂല. ഇതിന് ബന്ധമെന്നല്ല പറയാ. ഇങ്ങനെയുള്ള നിസ്കാരക്കാരൻ നരകത്തിലാണ്. മുഹമ്മദ് മുസ്തഫ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കാം. ഞാൻ ഈ കാലത്ത് ഒരുപാട് സീഡുകളുടെ കൂട്ടത്തിൽ നിസ്കാരം മനസ്സന്മാർക്കുള്ള താക്കീത് എന്ന വിഷയത്തിൽ ഒരു സീഡ് ഇറക്കി. അത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു പറയാനുണ്ട് നിസ്കാരം തുടങ്ങിയ. ഈ അടുത്തൊരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിൽ 37 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഈ 37 കൊല്ലം ഞാൻ നിസ്കരിച്ചിട്ടില്ല. സൗദി അറേബ്യയിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല. പക്ഷേ നിസ്കാരം മനസ്സന്മാർക്കുള്ള താക്കീത് എന്ന് നിങ്ങളുടെ സീഡി കേട്ട് അന്ന് മുതൽ 6 മാസമായി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. 37 കൊല്ലം നിസ്കരിക്കാത്തവനെ എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തങ്ങളുടെ വിശുദ്ധമായ ഓർമ്മയിൽ ഞാൻ എന്നോട് നിങ്ങളോട് കേൾക്കാൻ വേണ്ടി വന്ന ഈ പ്രദേശത്തെ കാനങ്ങാട്ടങ്ങള് من ترك الصلاة متعمدا فقد كفر جهارا. من ترك الصلاة متعمدا فقد كفر جهارا. ആരെങ്കിലും മനഃപൂർവ്വം ഒരു വഖത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ പച്ച കാഫിറാണ്. സഫീറുനാ മുഹമ്മദ് മുസ്തഫ. ഇമാം തബറാനി മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. ആരെങ്കിലും ഒരു വഖത്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ പച്ചയ്ക്ക് കാഫിറാണ്. ഒന്ന് ആമീൻ പറയ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ലക്ഷ്യബോധം നമ്മൾ മറക്കണമെന്നില്ലേ? ഇതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അല്ലേ? ഷാഫി മദ്ഹബിൽ മസലല്ല ഞാൻ പറയുന്നത്. ഷാഫി ഇമാം പറയുന്നുണ്ട്, നിസ്കാരം മടിയായിട്ട് ഉപേക്ഷിച്ചാൽ സൊസൈറ്റിന്ന് പുറത്താക്കണ്ട. അവൻ ആള് വളരെ മോശപ്പെട്ട തമ്മാടിയാണ്, നരകത്തിലാണ് എന്ന കാര്യത്തിൽ ഇമാമിന് ഷാഫിക്ക് തർക്കമില്ല. പക്ഷെ ഇമാം ഷാഫി പറയുന്നത് അവനെ സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കണ്ട. എന്നാൽ 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു അവൻ പച്ച കാഫിറാണ്. സാക്ഷാൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു അവൻ പച്ച കാഫിറാണ്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു നിസ്കാരം മടിയായിട്ടാണോ നിസ്സാരപ്പെടുത്തിയിട്ടാണോ എന്നൊന്നും നോക്കണ്ട, നിസ്കരിക്കുന്നില്ലെങ്കിൽ കാഫിറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സഹാബാക്കളുടെ ഇമാമിങ്ങളുടെയൊക്കെ ഭാഷയിൽ ചില സ്ഥലത്തൊക്കെ പോയ സംഘാടകര് വരെ മുസ്ലിമാവില്ല. കാരണം എനിക്കോർമ്മയുണ്ട്, ഞാൻ പരിശുദ്ധ റമദാനിൽ ഒരു സ്ഥലത്ത് പോയപ്പോ സ്വാഗത കമ്മിറ്റിയില് 47 ചെറുപ്പക്കാർ സംഘാടകർ. ഞാൻ അവരോട് ചോദിച്ചു, തറാവീഹ് കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളൊന്നും നിസ്കരിക്കാൻ പള്ളിയിൽ കണ്ടില്ലല്ലോ, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിക്കാനൊന്നും പള്ളിയിൽ കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇന്ന് വാലിന്റെ തിരക്കൊണ്ട് അസറും മഗ്‌രിബും ഇശായും കാണാതിരിക്കുന്നത്. 37 സംഘാടകർ എന്റെ അടുത്ത് പറയാം, ഇന്ന് വാലിന്റെ തിരക്കായതുകൊണ്ട് റമദാൻ മാസം അസറും മഗ്‌രിബും ഇശായും ഇന്ന് ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. പേരാ അബ്ദുൽ ജലീല്, സലീം, അബൂബക്കർ. പക്ഷെ അത് നമ്മുടെ ലിസ്റ്റിലുള്ള പേരാണ്. അഹമ്മദ് ഹംബൽ ഭാഷയിൽ പേരെന്താരോ അയ്യപ്പനെ രാമനെ പറഞ്ഞോടെ. ഈ സമൂഹത്തിൽ എത്ര അബ്ദുൽ ജലീലുണ്ട്, ഈ സമൂഹത്തിൽ എത്ര അബ്ദുസ്സലാം ഉണ്ട്. അവന്റെ പാസ്പോർട്ടിൽ പേര് അബ്ദുസ്സലാം എന്നാ, പക്ഷെ അള്ളാന്റെ കോടതിയിൽ അവന്റെ പേര് അയ്യപ്പൻ എന്നാ. അതുകൊണ്ട് കണ്ണു തുറക്കണം ചെറുപ്പക്കാരാ. ജമീല ഇത്ത എന്ന് പറയുന്നു, സുലൈഹത്ത എന്ന് പറയുന്നു, ഫാത്തിമത്ത എന്ന് പറയുന്നു. പക്ഷെ പെണ്ണേ, നീ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ നിന്നെ നാളെ പരലോകത്തോ പേര് ലക്ഷ്മി എന്നാ, മേരി എന്നാ. അല്ലാഹുവേ മരണം വരെ നമസ്കാരം ഖലാവുന്നവരുടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭ്രാന്തൻ, ഏറ്റവും വലിയ കള്ളൻ, ഏറ്റവും വലിയ കള്ളൻ.
നിസ്കരിക്കാത്തവനേക്കാൾ വലിയ കള്ളൻ ലോകത്തില്ല. ലോകത്ത് പൊന്ന് കക്കുന്നവൻ കള്ളനാണ്, പക്ഷെ നിസ്കാരം കക്കുന്നവന്റെ അത്ര വലിയ കള്ളത്തരല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ പ്രദേശത്ത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമാണെങ്കിൽ അല്ല, ഞാൻ ചെറുപ്പക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, ഇസ്ലാമിക ഭരണമുള്ള സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കേരളമെങ്കിൽ 100 കിലോ പൊന്ന് കട്ടാലും കട്ടവന്റെ കൈ മുറിക്കാനേ അവകാശമുള്ളൂ. മനസ്സിലായില്ലേ? കട്ടവന്റെ കൈ മുറിക്കാനേ അവകാശമുള്ളൂ. 100 കിലോ പൊന്ന് കട്ടാലും അങ്ങനെയാണ്. അല്ലെ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? വാഹനങ്ങൾ ബഹളം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാകുന്നില്ലേ? 100 കിലോ പൊന്ന് കട്ടാലും കട്ടവന്റെ കൈ മുറിക്കാനേ അവകാശമുള്ളൂ. പക്ഷെ ഒരു വക്ത് നിസ്കാരം കട്ടാലോ? അപ്പൊ ഏറ്റവും വലിയ കള്ളഞ്ഞാരാ? തലേന്ന് മുറിക്കേണ്ടത്. അപ്പൊ 100 കിലോ പൊന്ന് കത്തുന്നവനേക്കാൾ വലിയ കള്ളൻ ഒരു വക്കത്ത് നിസ്കാരം കത്തുന്നവനാണ്. ഇന്ന് സുബഹി കട്ട എത്ര ആൾക്കാർ ഈ സാസിലുണ്ടെന്ന് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അത് ചോദിക്കുന്നില്ല. നിങ്ങളോടൊന്ന് ചോദിച്ചാൽ മതി. ഇന്ന് സുബഹി കത്തിട്ട് ഉള്ള എത്ര വലിയ കള്ളന്മാരെ ഈ സാസിൽ ഉണ്ടാവും? ചില സ്ഥലത്തിലൊക്കെ അങ്ങ് പോയാൽ, നിക്കാഹിന്റെ സാസിലൊക്കെ പോയാൽ ഒക്കെ കള്ളന്മാര്. പുതിയാപ്പിളയും കള്ളനെ, അമ്മോശനും കള്ളനെ, സാക്ഷികളായിട്ട് ഒപ്പിടുന്ന ആളുകളും കള്ളന്മാരും. അല്ലെ? നിക്കാഹിന്റെ സാധ്യത പോലും അവിടെ വഷളാവുകയാണ്. നിസ്കരിക്കാത്ത മനുഷ്യൻ നിക്കാഹ് ചെയ്താൽ ശരിയാവൂല എന്നതാണ് പ്രബല മസാല. ശരിയാവൂല, നിക്കാഹ് ശരിയാവൂല എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. നിസ്കരിക്കാത്തവൻ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ ചിന്തിക്കണം, ആഴത്തിൽ ചിന്തിക്കണം. അത് തമാശ പറയില്ല. ചില സ്ഥലം കണ്ട് പോയൊക്കെയല്ലേ എല്ലാരും കള്ളന്മാരായിരിക്കും. കാരണം ആരും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അല്ലെ? ഞാൻ ഒരിക്കലേ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയിരുന്നു നിക്കാഹ് നടത്താൻ. ഞാൻ തന്നെ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നിക്കാഹ് നടത്താൻ വേണ്ടി പോയിരുന്നു. നോക്കുമ്പോ പുതിയാപ്പോൾ എനിക്ക് പരിചയമുണ്ട്, നിസ്കരിക്കാത്തവരാണ്. അമ്മോശൻ എനിക്ക് പരിചയമുണ്ട്, പാന്തം കെട്ടി വലിച്ചാലും പള്ളി കയറാം. ഇറങ്ങുന്ന പെണ്ണു അഥവാ അബദ്ധത്തിൽ വീഴുകയാണെങ്കിൽ കിഴക്കോട്ടോ തെക്കോട്ടോ വീഴുള്ളൂ, പടിഞ്ഞാറോട്ടോ വീഴുള്ളൂ. സാക്ഷികളായിട്ട് ഒപ്പിടുന്നവരോ പെരുന്നാൾക്ക് മാത്രം പള്ളിയിൽ വരും. എനിക്ക് തോന്നി അവിടെ പറഞ്ഞു കൊടുക്കുന്ന സീറത്തൊന്ന് മാറ്റണം. ഇങ്ങനെ പറഞ്ഞാലോ തോന്നി. ഞാനാവുന്ന കള്ളൻ, നീയാവുന്ന കള്ളനെ, എന്റെ മോളാവുന്ന മഹാകള്ളത്തിയെ ഈ ഇരിക്കുന്ന കള്ളന്മാരെ മുമ്പിലിച്ച് ഇണയാക്കി തുണയാക്കി തരും. അതാണ് ശരി. എന്ത് പറഞ്ഞാലും അതാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിൽ മാർഗം തെറ്റിപ്പോകരുത്. 5 വക്ത് നിസ്കരിക്കണം ചെറുപ്പക്കാരാ. മഹാന്മാരായ സ്വഹാബാക്കളുടെ കാലത്ത് പൊന്നുപോലെ നീ ചിന്തിച്ചില്ലേ? ചരിത്രം നീ പഠിച്ചില്ലേ? മസ്ജിദിന്റെ നബിയില്ല, കൊച്ചുപള്ളിയിൽ മുസ്തഫ നബിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പാവങ്ങളായ സ്വഹാബാക്കളില്ലേ, അവര് ളുഹറിന്റെ സമയത്ത് ജമാഅത്തായി ളുഹർ നിസ്കരിച്ച, അസ്റിന്റെ സമയത്ത് ജമാഅത്തായി അസ്ർ നിസ്കരിച്ച, മഗ്രിബിന്റെ സമയത്ത് ജമാഅത്തായി മഗ്രിബ് നിസ്കരിച്ചാൽ ഓരോ വക്തും ജമാഅത്ത് കഴിഞ്ഞാൽ സ്വഹാബത്ത് പരസ്പരം നോക്കുന്നത് എന്തിനു വേണ്ടി? ആരാണ് ജമാഅത്തിന് പങ്കെടുക്കാത്തവൻ എന്ന് നോക്കും. സ്വഹാബത്തിന്റെ കാലത്തെ ചെറുപ്പക്കാരാ, ചിന്തിച്ചോ തലച്ചോറൊന്ന് തുറക്കുക എന്നാ മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിന്റെ പൊരുള്. ജമാഅത്ത് കഴിഞ്ഞാൽ അവർ നോക്കും സ്വഹാബാക്കൾ. ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കാത്ത സ്വഹാബിയുടെ വീട്ടിലേക്ക് പങ്കെടുത്ത സ്വഹാബാക്കൾ എല്ലാവരും കൂടി പോകും. എന്തേ? മരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാ പള്ളിയിൽ വരാത്തത്. മരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാ പള്ളിയിൽ വരാത്തത്. മരിച്ചത് കൊണ്ടാ പള്ളിയിൽ വരാത്തത്. ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗശൈലിയായിരിക്കും. എല്ലാവരും പോകും, ഒന്നുകിൽ മയ്യത്തിനെ പരിപാലിക്കാൻ, അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കാൻ. ഇന്ന് നമ്മൾ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ജമാഅത്തിന് നമ്മളെ പങ്കെടുത്ത പോലെ ചെറുപ്പക്കാർ, എന്നിട്ട് പങ്കെടുക്കാത്ത ആൾക്കാരൊക്കെ വീട്ടിൽ മരിച്ചിട്ടുണ്ടാവും വിചാരിച്ചൊന്നും പോയാല് എന്താ ഉണ്ടാവുക? പുരയിലൊന്നും ഉണ്ടാവും, വഴിയിലുണ്ടാവും. പള്ളിന്റെ അരികില് കാലിൽ കാലും കയറ്റിച്ചിട്ട് ഇങ്ങനെ കട്ടം പൊട്ടിച്ചിട്ട് വിടൽ പൊട്ടിട്ട് കുത്തിരി പ്രസാദ് പറഞ്ഞു. മാർഗം തെറ്റുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ നോക്കുന്നു. നമുക്ക് ദീന് വേണ്ടാതായി അല്ലേ? നമുക്ക് നമ്മളിങ്ങനെ പറയുന്നു ഫാസിസ്റ്റ് നാസിസ്റ്റ്. ആദ്യം ദീനിനെ നശിപ്പിച്ചത് നമ്മളാണ്.
പള്ളി പൊളിയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ പൊളിക്കാൻ കാരണം ഞാനും നീയുമാണ്. നമുക്ക് പള്ളിയുമായി ബന്ധമില്ല, നമുക്ക് നിസ്കാരവുമായി ബന്ധമില്ല. അല്ലാഹ് എന്ന ഖൽബിന്റെ ചൂട് നഷ്ടപ്പെട്ട സമൂഹമായി, മുസ്തഫായ നബിയോട് പിന്തുടരുന്ന സമൂഹമായി, ആ പിന്തുടരേണ്ട അവസ്ഥയിൽ എത്തിയിട്ട് പിശാചിന്റെ സംസ്കാരം കോപ്പിയെടുക്കുന്ന, അമേരിക്കക്കാരൻ ശ്രദ്ധിക്കുന്ന ഉച്ചിഷ്ടം വാരിപ്പുണരുന്ന സമൂഹമായി മാറിയില്ലേ? ഓ ചെറുപ്പക്കാരാ, നിന്റെ തലയിലേക്ക് നോക്കിയാൽ നീ മുസ്ലിമാന്ന് പറയുമോ? നിന്റെ ഊരയിലേക്ക് നോക്കിയാൽ നീ മുസ്ലിമാന്ന് പറയുമോ? നിന്റെ നെയ്യാണിയിലേക്ക് നോക്കിയാൽ നീ മുസ്ലിമാന്ന് പറയുമോ? നിന്റെ ചുണ്ടിന്റെ ഇടയിൽ എന്താണോ നീ കടിച്ചു പിടിച്ചത്? അത് പാപ്പരാണല്ലേ? എന്താണ് ഈ കുട്ടിവാങ്ങി കുളിക്കുന്നത്? അത് സംസം വെള്ളമല്ല. വിളിച്ചാൽ മനുഷ്യനെ പ്രാന്താലയത്തിൽ അന്തേവാസിയാകുന്ന ലഹരിയല്ല മോനെ. നിന്റെ പേര് അബ്ദുള്ള എന്നായിട്ട് എന്താ കാലോ? നിന്റെ പേര് അബൂബക്കർ എന്നായിട്ട് എന്താ കാലോ? ഈ പേരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ പേരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഞാൻ ചോദിക്കുകയാണ്. പല ചെറുപ്പക്കാരെ നിങ്ങളൊന്നിങ്ങനെ നോക്കൂ, മുടിമക്ക് നോക്കിയാൽ മുസ്ലിമാന്ന് പറയൂല. കാരണം ജൂതന്റെ കട്ടിങ്ങാണ്. എന്താ ജൂതന്റെ കട്ടിങ്? സെയ്ദൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് നടുവിൽ ഇങ്ങനെ നിൽക്കും. ആര്? ഈ സമൂഹത്തിലെ അബ്ദുസ്സലാം, ഈ സമൂഹത്തിലെ അബൂബക്കർ. രണ്ട് ഭാഗമൊക്കെ ചെത്തുക, എന്നിട്ട് നടുവിൽ ഇങ്ങനെ നിർത്താ, വൈക്കോൽ കൊണ്ട് ഏറ്റി വെച്ചതുപോലെ. തലയിലേക്ക് നോക്കിയാ മുസ്ലിമാന്ന് പറയില്ല. ഇനി എങ്ങോട്ടാ നോക്കേണ്ടത്? കൈയിന്റെ തലപ്പത്തേക്കോ? എന്താ നീ ഒരു ചരട് കെട്ടിയിട്ടുള്ളത്? അത് സിദ്ദീഖുൽ അക്ബറിന്റെ പാതയാണോ? അത് ഉമറുൽ ഫാറൂഖിന്റെ പാതയാണോ? അത് അലിയാര് പഠിപ്പിച്ചതാണോ? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പാഠമാണോ? അത് മുസ്തഫ നബിയുടെ സംസ്കാരമാണോ? ആരാ നിന്നെ കൈ തന്നത്തിൽ ചരട് കെട്ടാൻ വേണ്ടി പഠിപ്പിച്ചത്? മോനെ, നീ ഇപ്പോൾ കൈയിന്റെ തലപ്പത്ത് ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചരടിലേക്കൊന്ന് നോക്കിയിട്ട് സ്വന്തം ശരീരത്തോടൊന്ന് പറ, ഇതാര് പഠിപ്പിച്ചു? ഇതാര് പഠിപ്പിച്ചു? നിന്റെ പാരമ്പര്യത്തിലുള്ള വല്യപ്പാന്റെ സംസ്കാരമാണോ? ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളിൽ നിന്നും ആരോ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ പാൻഡെല്ലാം മൂലയിൽ നിന്ന് സവാരി ചെയ്ത് അതാ താഴോട്ട് ഇറങ്ങുകയല്ലേ? ഒരു ജംഗ്ഷനിൽ അമ്പമ്മ കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ പാൻറ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാർ നിസ്കരിക്കാൻ കയറിയ പള്ളിയില് പിറകിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് റുക്കുവും സുജൂദും ചെയ്യാൻ പറ്റൂല. കാരണം നമ്മുടെ മുമ്പിലുള്ള ചെറുപ്പക്കാർ റുക്കുവിലേക്ക് പോയാൽ പിറകിൽ നാണം കെടുക. ഓ ചെറുപ്പക്കാരാ, തലന്റെ ഉള്ളില് ആൾക്കാർക്ക് ഇല്ലേ? ഇതിലൊക്കെ വെണ്ണീറാണോ? ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? പൊന്നു മോനെ, എന്താ നീ ചിന്തിക്കാത്തത്? ഒരു ടൈറ്റ് പാന്റ്, അത് എണ്ണയും ടൈലിടാനാണ് കയറൂല. എണ്ണയും ടൈലൊക്കെ ഇട്ട് കാല് ഒഴിഞ്ഞ് റെഡിയാക്കിയിട്ട് വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കൊണ്ടുവന്നു അതൊന്ന് കയറ്റാൻ. അതിന്റെ എന്നോ വെള്ളം കണ്ട സൈസ് അത് നിൽക്കുന്നതോ ഊരുന്നത്, അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു തെല്ലത്തിങ്ങനെ നിൽക്കുക. അതിൽ കാണാൻ പെണ്ണുങ്ങളെ ബ്ലൗസ് നായത്തോടെ ടൈറ്റ് കുപ്പായം. എന്തെല്ലാം നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബാഹ്യമായ ചിത്രം പോലും ഇസ്ലാമിക സംസ്കാരത്തിലകത്ത് പോയി ഇല്ലേ? ബാഹ്യമായ ചിത്രം പോലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ബന്ധമില്ല. ഇവിടെ അടുത്ത് ഞാനേ എടപ്പാളെന്ന സ്ഥലത്ത് ഒരു വണ്ടി വിളിച്ചു. അപ്പൊ എന്റെ വണ്ടി ഇല്ല. അപ്പൊ ഞാൻ വണ്ടി വിളിച്ചിങ്ങനെ പോകുമ്പോ തൊപ്പിയിട്ട താലിയുള്ള ഒരു ചെറുപ്പക്കാരന്, നിസ്കാരക്കാരനുണ്ട്. അവന്റെ വണ്ടിയിൽ എനിക്ക് കയറിയപ്പോ അത് സമാധാനമായി. ഞാൻ അവനോട് ഇങ്ങനെ തമാശ പറഞ്ഞു വരുമ്പോ ഞാൻ അവന്റെ വണ്ടിന്റെ മുകൾക്ക് നോക്കി. അപ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിന്റെ, ഒരു സ്ഥലത്ത് മോഹൻലാൽ, ഈ തൊക്കിട്ട് ചെറുപ്പക്കാരൻ വണ്ടി. അതിന്റെ അടിയിൽ ആയത്തിൽ മമ്മൂട്ടി മോഹൻലാൽ രണ്ട് സൈഡിൽ, അടിയിൽ ബർക്കത്തിന് ആയത്തിനെ കുറിച്ച് മേടിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു,
എടാ കുട്ടി, നിന്റെ വണ്ടിയിൽ ഇതെല്ലാം പാടില്ല, നിന്റെ വണ്ടിയിൽ ഇതെല്ലാം പാടില്ല. കാരണം നീ തൊപ്പി ധരിച്ച നാടിയുള്ള നിസ്കാരത്താനുള്ള ഒരു മോനാണ്. നീ എങ്ങനെ ഈ സിനിമാ നടന്മാരൊക്കെ വണ്ടിയിലിട്ട് കൊണ്ട് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ പൂജിക്കാൻ പാടുണ്ടോ? നീ മുസ്തഫ നബിയുടെ ഒരു അനുയായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ചില കുട്ടികളൊക്കെ പറഞ്ഞ ഉടനെ തിരുത്തിയിട്ട് അപ്പോഴത്തെ കളയുന്നുണ്ടോ? അങ്ങനെ ചെയ്തില്ല. അങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവനോട് വല്ലാതെ സംസാരിക്കാൻ നിന്നോളൂ. അങ്ങനെ അവനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എറണാകുളം സ്ഥലത്ത് ഇറങ്ങി, ഞാൻ കാശ് കൊടുത്തിട്ട് ഓർമ്മയിൽ അവനെ പ്രത്യേകം നോക്കാതെ തന്നെ ഇറങ്ങി പോകുമ്പോഴേ അവൻ പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ കയറിയിട്ട് എന്തൊക്കെ ഒരു പണിയെടുത്തു, എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എന്നെ വിളിച്ചു, റമായി സാർ ഇനി ഒന്ന് നോക്കി പോയിക്കൊള്ളു. അപ്പൊ അവൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിയെന്ന് നമുക്ക് ഞാൻ പോയി നോക്കിയപ്പോഴും എന്താ ചെയ്താലോ, ഈ ആയത്തിനെ കുറിച്ച് എടുത്തിട്ട് മമ്മൂട്ടിന്റെ മുകളിൽ ഒട്ടിച്ചു. ഈ തലയിൽ തൊപ്പിട്ട ഈ ചെറുപ്പക്കാരൻ അപ്പോഴും മനസ്സിലാക്കിയത് എന്റെ പ്രശ്നം മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ കാലിന്റെ അടിയിൽ ആയത്തിൽ കുറിച്ച് വന്നു എന്നുള്ളതാണ് എന്നാണ് അവൻ മനസ്സിലാക്കിയത്. അപ്പോഴും ഈ ഫോട്ടോകളൊന്നും എഴുതിയിടാൻ പാടില്ല എന്നവൻ ചിന്തിച്ചില്ല. ഞാൻ അവനോട് ചോദിച്ചു, അവന്റെ വണ്ടിയിൽ മറ്റൊരു രൂപവും ഞാൻ കണ്ടു. ഒരു സ്ഥലത്ത് കുരിശുണ്ട്, നടുവിൽ മക്കയുണ്ട്, മറ്റൊരു സ്ഥലത്ത് കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്. ഇസ്ലാമിൽ മതസൗഹാർദ്ദമുണ്ട്, പക്ഷേ ദൈവ സൗഹാർദ്ദമില്ല. ദൈവ സൗഹാർദ്ദത്തിന് മതസൗഹാർദ്ദമെന്ന് പേരിട്ടുകൊണ്ട് കാട് കയറേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ മതസൗഹാർദ്ദമുണ്ട്. ചെറുപ്പക്കാരാ, നിന്റെ അയൽവാസിയായ രാമനില്ലേ, ആ രാമൻ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രാമാസുഖമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ അയൽവാസിയായ ഗോപിയായ രാമനെ നീ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ച അതിന്റെ പേര് മതസൗഹാർദ്ദമെന്ന, അതിന് അല്ലാഹുവിൽ കൂലി കൊടുക്കുന്നതാ. നേരെ മറിച്ച് രാമനെ കാണുമ്പോ രാമ അസ്സലാമു അലൈക്കും, എന്റെ പേരിൽ ദ്വാർക്കണമെന്ന് പറഞ്ഞിട്ട് മതസൗഹാർദ്ദമെന്ന് പേരിടരുത്. അത് മതസൗഹാർദ്ദമല്ല. അങ്ങനെ മതസൗഹാർദ്ദം. രാമന് ശബരിമലയ്ക്ക് പോകും. അപ്പൊ ഞങ്ങള് രാമനോട് രാമ അവിടെ പോയിട്ട് ആ 18-ാം പടി കയറുമ്പോ എന്റെ കാര്യം പ്രത്യേകം ദ്വാർക്കമാണ്. കാരണം ദ്വാരക്ക് ഇല്ലാത്ത സ്ഥലത്താണ് പോണത്. എന്നിട്ട് പറയാം അത് മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം വേറെയല്ലേ? ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പൊന്നുമോനെ, നീ സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് ഈ 3 രൂപങ്ങളിന്റെ വണ്ടിയിൽ വെച്ച് വെച്ചിടാ. ഞാനൊരു കാര്യം ചോദിച്ചത്, നീ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാ? നീ ഏത് പാർട്ടിക്കാരനാണ്? അവനൊരു പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഏതായിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി, എന്നാ നിന്റെ വണ്ടിയിൽ നീ നാളെ ചെയ്യാം, നിന്റെ പാർട്ടിയുടെ കൊടിയും നിന്റെ എതിരായ പാർട്ടിയുടെ കൊടിയും എല്ലാ പാർട്ടികളുടെ കൊടിയും വെക്കാം. എന്നിട്ട് പറയാം സൗഹാർദ്ദമാണ്. എന്താ പറയാത്തത്? രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാ പാർട്ടിയുടെയും കളം വെക്കുക, എല്ലാ പാർട്ടിയുടെയും നേതാക്കളെ വണ്ടിയുടെ ഒട്ടിൽ വെക്കാം, എല്ലാ കൊടിയും വെക്കാം. ചോദിക്കുമ്പോ പറയാം എല്ലാവരും വണ്ടിയല്ലേ ഇപ്പൊ സൗഹാർദ്ദത്തിന് വേണ്ടിയാണ്. എന്താ അവിടെ പറയാത്തത്? അവിടെ സൗഹാർദ്ദമില്ല. നിന്റെ പാർട്ടി, നിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് നീ കൊടുക്കുന്ന ബന്ധപ്പോൾ ഈ ഉമ്മത്തിന് സലാമത്താക്കണേ അല്ലാ. ലക്ഷ്യം മറക്കുന്ന യുവതികളെ, ലക്ഷ്യം മറക്കുന്ന ഉമ്മ, ലക്ഷ്യബോധമുള്ള പഴയകാല ഉമ്മമാരെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഓരോ സുഹൃത്തുക്കൾക്ക് അറിയില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما
أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين ഖിയാമത്ത് നാളിന്റെ ഭീകരാന്തരീക്ഷത്തെ കുറിച്ച് കൃത്യമായി വ്യക്തമായി ശക്തമായി ചിത്രീകരിക്കുന്ന സൂറത്തുകൾ അത് പതിനൊന്നാണ് പാരായണം ചെയ്യുന്നതും പതിവാക്കിയതാണ് മുതൽ തുടങ്ങുന്ന യഥാർത്ഥമായ ലോകത്തിലും ചടങ്ങിലോ ഓരോ അപകടരംഗങ്ങളിലോ നിനക്ക് തുണയാ മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ ചടങ്ങിൽ പടച്ചവന്റെ പൊരുത്തതിന് വേണ്ടി ക്ഷമയോട് ഔടാർത്ഥമായി പരിശുദ്ധമായ സദസ്സിൽ നിന്ന് മദീനയുടെ മലരിലേക്ക് സ്നേഹത്തിന്റെ സലൂട്ട് സമർപ്പിച്ചോ നബിയുനാ മുഹമ്മദ് മുസ്തഫ النبي صلى الله عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله الله ഹൃദയത്തിന്റെ വസന്തമേ ജീവിതത്തിന്റെ സ്വലന്തമേ മക്കയിൽ ഉദിച്ച പ്രഭയേ മദീനയിൽ നിദ്രകളുള്ള നിലാവേ മുഹമ്മദ് മുസ്തഫ രോഗങ്ങൾ ശിഫയാകാൻ അസുഖങ്ങൾ പമ്പ കടക്കാൻ അസ്വസ്ഥതയിൽ നിന്ന് രാജിവെക്കാൻ കടങ്ങളിൽ നിന്ന് മോചിക്കാൻ പ്രയാസങ്ങളിൽ അനുഭവിച്ചേർക്കാൻ മുസ്തഫ നബിയുടെ പേരിലുള്ള സലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാനെ ഓർക്കേണ്ടതാ അപ്പൊ ഞാൻ പറയുന്നത് ലക്ഷ്യബോധമുള്ള സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ഈ മാസം മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് സിദ്ദീഖുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. 100ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. അവരുടെ വഫാത്ത് നടന്ന മാസമാണിത്. ഒരു ദ്വാരികൾ ആമീൻ പറയും. അസ്മാ ബീവിക്ക് അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ഒന്ന് ആമീൻ പറയും. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. അവരെ ബർക്കത്തോടെ അല്ലാഹു തആല നമ്മളെ നന്നാക്കട്ടെ. ആമീൻ. എന്റെ വാളുകൾക്കുന്ന ഈ പാവപ്പെട്ട മുതഅല്ലിമിന്റെ വാളുകൾക്ക് മുമ്പിൽ ചടയോടെ കാതോർക്കുന്ന ഈ പ്രദേശത്തിലെ പ്രിയപ്പെട്ട ഉമ്മ ലക്ഷ്യബോധമുള്ള അസ്മാ ബീവിയുടെ ചരിത്രം കേൾക്കണോ? അസ്മാ ബീവിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. 90ാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് അസ്മാ ബീവിക്ക്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി ആരും കാണില്ല, ഒന്നും കാണില്ല. ആ സമയത്താണ് അസ്മാ ബീവിയുടെ മോന് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ യുദ്ധത്തിന് പോകണം, അതുകൊണ്ട് ഉമ്മ എനിക്ക് അനുഗ്രഹം ചെയ്യണം, എനിക്ക് പ്രാർത്ഥന നൽകണം, എന്നെ ഉമ്മ ആവേശം വിളിക്കണമെന്ന് പറഞ്ഞു. അസ്മാ ബീവി കണ്ണ് കാണാത്ത സമയത്ത് മോൻ വന്ന് ചോദിക്കണം, ഞാൻ യുദ്ധത്തിന് പോവാണ്, അവന് സമ്മതിക്കണം. അപ്പോ മോനെ അസ്മാ ബീവി കൂട്ടിപ്പിടിച്ചു, എന്നിട്ട് ചുംബിച്ചു, എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കാൻ. യുദ്ധത്തിന് പോകണം, അബുദാബി പോവില്ല, യുദ്ധത്തിന് പോകും. അങ്ങനെ മോന്റെ ശരീരം അങ്ങനെ തടവുന്ന സമയത്ത് ഊരഭാഗത്ത് ഒരു തടിപ്പ് കണ്ടു. അപ്പൊ അസ്മാ ബീവി കണ്ണ് കാണുന്നില്ല, അതിങ്ങനെ തൊട്ടിട്ട് ചോദിച്ചു, മോനെ ഇതെന്താണ് ഇവിടെ? അപ്പൊ മോൻ പറഞ്ഞു, ആ യുദ്ധത്തിന് പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പരിചയമാണ്, ഇതെന്താണ് സാധനം? അത് ശത്രുക്കൾ വെട്ടുമ്പോ തടുക്കാനുള്ള പരിചയമാണ്. കണ്ണ് കാണാത്ത ഉമ്മ മോനെ ഒന്നാണ്ട് തള്ളി.
അപ്പൊ നീ യുദ്ധത്തിന് പോകുന്നത് അപകടം കൂടാതെ തിരിച്ചു വരാനാണോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതും തടവുന്നതൊക്കെ നീ ഷഹീദാൻ പോകുന്നൊരു മോൻ എന്ന നിലയ്ക്ക് നാളെ നിന്നെ സ്വർഗത്തിൽ കെട്ടിയെടുക്കാനാണ്. നീ പോകുന്നത് ജീവനോടെ തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ എന്റെ അനുഗ്രഹം എന്തിനാ? എനിക്കൊന്ന് പോയി പോന്നാ പറയാം. ഒരു ഉമ്മന്റെ ചിന്തകൾ. നിന്നെ യുദ്ധത്തിന് ഞാൻ പറഞ്ഞയക്കുന്നത് നീ തിരിച്ചിങ്ങോട്ട് വരാനല്ല, മറിച്ച് നീ ഷഹീദാവാനാ. എന്നാ എനിക്കെന്താ നേട്ടം? നാളെ എനിക്കും നിനക്കും പാലാറ് വീഞ്ഞാറ് തേനാർ കളകളാരവം സമൃദ്ധമായ ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗ്ഗത്തിലൊന്ന് കണ്ടുമുട്ടാനാ. ഈ ജീവിതം ജീവിതമല്ല, ഇത് നശ്വരമാണ്, ഇത് നൈമിഷികമാണ്, ഇത് ഇക്കുലിയമാണ്, ഇത് വളരെ വിരളമാണ്, ഇത് ഒരു തെന്നിലെ വിശ്രമമാണ്. ഉമ്മ കുട്ടിയെ പറഞ്ഞേക്കുന്നത് ഇനിയും ഈ ദുനിയാവിന്റെ മാറാപ്പ് പേരാണ്, തിരിച്ചു വരാനല്ല, യുദ്ധക്കളത്തിൽ ശരീരാവാനാ. അപ്പൊ നീ വെട്ടുതെടുക്കാനുള്ള പരിചയത്തൊക്കെ പോവാണെങ്കിൽ പിന്നെ ഞാൻ അനുഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്താണ് ഈ മോനെ ഈ പരിചയപ്പെടുത്തി പറഞ്ഞു, ഉമ്മ ഇനി ഞാൻ ഷഹീദാവാൻ പോവാൻ നിങ്ങൾ ഓർക്കണോ? കണ്ണ് കാണാൻ അസ്മാവി മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുമിച്ചു, അല്ലാഹുവേ എനിക്കും ഈ മോനെ നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് ഇരിക്കണം തരണേന്ന് പറഞ്ഞു. ആ മോന് പോയി ഷഹീദായി. ഈ അസ്മാവി കടക്കുന്ന സ്വർഗത്തിലാണ് നിങ്ങൾ കടക്കേണ്ടത്. മഹദിയായ റാബിയത്തുൽ അദവിയ നഫീസത്തുൽ മിസ്രിയ പോലെയുള്ള മഹദികൾ പോകുന്ന സ്വർഗത്തിലാണ് നിങ്ങൾ പോകാനുള്ളത്. ഖദീജത്തുൽ കുബ്ര. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ചരിത്രബോധത്തിലൂടെ എന്റെ മനസ്സൊന്ന് ഓടിപ്പോയപ്പോ നിയന്ത്രണമില്ലാതെ കരഞ്ഞു പോയി പൈകളെ. ചൊറച്ചൊറക്കുള്ള സൗന്ദര്യത്തിന്റെ നിറകുടമായ ലോകപ്രഭയായ ലോകധാമനയായ മനസ്സിന്റെ മലരായ അല്ലാഹുവിന്റെ റസൂലിനെ ഭർത്താവായി സ്വീകരിച്ച 40-കാരിയായ ഖദീജ ബീവി അന്നത്തെ രാത്രിയിൽ മണിയറയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തനിക്കുള്ള സുഹൃത്തല്ല തന്റെ ഭർത്താവിന് എഴുതി കൊടുക്കുകയാണ്. അതിനെ മക്കയിലുള്ള ഖുറൈശികളെ സാക്ഷി നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബിയാണെന്ന വാദത്തോട് പ്രവേശനം ചെയ്ത കാലമല്ലാതെ 25-കാരനായ ഈ അൽ അമീനെ മുഹമ്മദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്റെ സഹധർമ്മിണിയായ ഖദീജ ബീവിക്ക് അന്ന് തന്നെ ദീർഘദർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ സമ്പത്ത് മുഴുവനോ പാപങ്ങളെ സഹായിക്കാൻ, നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ, രോഗികളെ സഹായിക്കാൻ ഖദീജ ബീവി എഴുതി കൊടുക്കുകയാണ്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ കടക്കുന്ന സ്വർഗ്ഗത്തിൽ കടക്കാൻ കൊതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ സ്വർണ്ണം ഊരി കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, വഖഫ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഖദീജ റളിയല്ലാഹു തആല കടക്കുന്ന സ്വർഗ്ഗത്തിലേക്കാണ് എന്ത് പരിശ്രമമാണ് നീ നടത്തുന്നത്, എന്ത് ആത്മാർത്ഥമായ മുന്നേറ്റമാണ് നീ നടത്തുന്നത്. പലപ്പോഴും പെങ്ങന്മാരിൽ പലരുടെയും ശരീരം വിളിക്കല്ലേ, മുടി പുറത്തല്ലേ, കാല് പുറത്തല്ലേ പെങ്ങളെ, നിന്റെ ശരീരത്തിന്റെ മാർദ്ദവമായ ഭാഗത്തിന്റെ വെളുവെളുപ്പ് എന്തിനാ മോളെ നീ അങ്ങാടിയിൽ വിഷം നടത്തുന്നത്? പുരുഷന്മാരുടെ ക്യാമറയിലേക്ക് എന്തിനാണ് നിന്റെ ശരീരത്തെ പച്ചമാംസം പോലെ വലിച്ചെറിയുന്നത്? ഈമാനുള്ള പെണ്ണന്മാർക്ക് ഭൂഷണമാണോ?